എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്ക് ഉണ്ടാക്കാനാണ് എല്ലാവർക്കും താല്പര്യമല്ലേ. അപ്പോൾ ഇത് അതുപോലൊരു സ്നാക്കാണ്. വെറും 10 മിനിറ്റ് മതി. അതിനുള്ളിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. മുട്ട കയ്യിലുണ്ടെങ്കിൽ വേഗം റെഡിയാക്കി നോക്കിക്കോ. അപ്പോൾ നമുക്ക് റെസിപ്പി കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 കപ്പ് പാല്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു 4 ടീസ്പൂൺ മൈദ ചേർത്തിട്ടുണ്ട്. കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് ഒറിഗാനോയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒറിഗാനോ നിർബന്ധമില്ല കേട്ടോ, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇതിൽ അത്യാവശ്യം നല്ല എരിവ് വേണം. എരിവുണ്ടെങ്കിൽ മാത്രമേ ഈ സ്നാക്സിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ബ്രെഡിൻ്റെ പൊടി വേണം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മൈദയും കൂടെ ആവശ്യമുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ 4 മുട്ട പുഴുങ്ങിയതിനെ ഇതുപോലെ 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനാദ്യം നമുക്ക് മൈദപ്പൊടിയിൽ ഒന്ന് കോട്ട് ചെയ്യാം. എന്നാലേ ഈ മാവ് നന്നായിട്ട് ഇതിൽ പിടിക്കുകയുള്ളൂ. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മാവിൽ ഇതൊന്ന് ഇതുപോലെ മുക്കിയെടുത്തിട്ട് ബ്രെഡ് പൊടിയിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാവായ കൈകൊണ്ട് ബ്രെഡ് പൊടിയിൽ ഇട്ട് കൊടുക്കരുത്. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് പൊതിഞ്ഞെടുക്കാൻ പറ്റില്ല. എന്നിട്ട് നന്നായിട്ട് ബ്രെഡിൻ്റെ പൊടിയിൽ ഇതിനെ നന്നായിട്ട് കവർ ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിനെ നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പെട്ടെന്നായി കിട്ടും. വെറും 10 മിനിറ്റ് മതി. എന്നാൽ നമ്മുടെ ഒരു ഫ്രൈഡ് ചിക്കനൊക്കെ ഇല്ലേ, അതിൻ്റെ ഒക്കെ ഒരു കോട്ടിങ് പോലെയാണ് ഇതിന് പുറത്തുള്ള കോട്ടിങ്. കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റാണ് വരിക. ഉള്ളിൽ മുട്ടയാണെന്ന് മാത്രം. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് അലങ്കരിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.